അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ പ്രധാന വാർത്തകൾ എല്ലാം എമ്പുരാനെ പറ്റിയാണ്. വാർത്താ ചാനലുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാം എമ്പുരാനെ പറ്റിയാണ്. അതിൽ പ്രധാനമായിട്ട് ആന്റണി പെരുമ്പാവൂർ പത്രക്കാരോട് സംസാരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതിനകത്ത് വ്യക്തമായി ആന്റണി പറയുന്നുണ്ട്, ഞാനും പൃഥ്വിരാജും മോഹൻലാലും അവരെല്ലാവരും കൂടെ ചേർന്ന് കൂട്ടായി എടുത്തൊരു തീരുമാനപ്രകാരമാണ് ചില സീനുകൾ കട്ട് ചെയ്യാനും മോഹൻലാൽ ഒരു ഖേദപ്രകടനം നടത്താനും ഒക്കെ അവർ തീരുമാനിച്ചു. അവരെല്ലാവരും കൂടെ ചേർന്നുള്ള തീരുമാനം തന്നെയാണ്. അതുപോലെ തന്നെ കുറച്ച് നാളായിട്ടൊരു കിംവദന്തിയുണ്ട്. ഈ പ്രശ്നം തുടങ്ങിയ പിന്നെ ഈ വിമർശകരുടെ ഏറ്റവും വലിയ പ്രാധാന്യം അതുതന്നെയാണ്, മൂന്നാം ഭാഗം എങ്ങനെയും അവതരിപ്പിക്കരുത്. അതുകൊണ്ട് മുരളീഗോപി പോയി പൃഥ്വിരാജും മോഹൻലാലും ഒക്കെ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു. പൃഥ്വിരാജാണ് മോഹൻലാലിനെ കുഴിച്ചാടിച്ചതാണെന്നാണ്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അതിൻ്റെ ഇടയ്ക്ക് കൂനുമേൽ കുരുവെന്ന പോലെ നമ്മുടെ മേജർ രവി അതിൻ്റെ ഇടയ്ക്ക് വന്ന് ഇച്ചിരി തെറിപ്പിച്ചിട്ട് പോയി. അപ്പോൾ ആ അവസ്ഥയിലായിരുന്ന കാര്യങ്ങൾ. അപ്പം ആന്റണി പെരുമ്പാവൂർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മൂന്നാം ഭാഗം നിശ്ചയമായിട്ടും ഉണ്ടാകും. അത് മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ചൊരു വലിയൊരു അനുഭവമാണ്. കാരണം എമ്പുരാൻ 2 തീർത്ത റെക്കോർഡുകളെല്ലാം വേറെ ഒരാൾ മറികടക്കണ്ടേ. നമ്മുടെ 1000 കോടി എന്ന് പറഞ്ഞ സ്വപ്നം, അല്ലെങ്കിൽ അങ്ങനെ പലതുമുണ്ട്, അതെല്ലാം കംപ്ലീറ്റ് ആക്കാൻ എമ്പുരാൻ്റെ 3 ലൂസിഫറിൻ്റെ 3 എത്തും എന്ന് തന്നെ ആന്റണി പെരുമ്പാവൂർ ഉറപ്പ് വരുന്നുണ്ട്. അതുതന്നെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. മാധ്യമങ്ങൾ പല കാര്യങ്ങളും കുത്തി ചോദിച്ചെങ്കിലും അത് പല കാര്യത്തിൽ നിന്നും അദ്ദേഹം വളരെ വ്യക്തമായി രക്ഷപ്പെട്ടു പോയി. അപ്പം രണ്ടാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ, ലാലേട്ടൻ്റെ കേണൽ പദവി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രി രാജ്നാഥ് സിംഗിന് അഖില ഭാരതീയ മലയാളി സംഘ് പരാതി നൽകി എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അപ്പം ഈ കേണൽ പദവിയുമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ കേണൽ പദവി പിൻവലിക്കണമെന്ന് സ്ഥിരമായിട്ട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ്. പണ്ട് തൊട്ടേ ഉള്ള ഒരു രീതിയാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ കേണൽ പദവി പിൻവലിക്കണം. മോഹൻലാലിൻ്റെ കേണൽ പദവി ഉള്ളത് ആർക്കൊക്കെയോ എന്തൊക്കെയോ പ്രശ്നമുള്ളത് പോലെ തോന്നുന്നു. അസൂയയും കുശുമ്പൊന്നും ഉണ്ടാകുന്ന കാര്യമാണെന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. മോഹൻലാൽ അങ്ങോട്ട് ആവശ്യപ്പെട്ട് കിട്ടുന്നതല്ല ഈ കേണൽ പദവി എന്നുള്ളത്. പ്രമുഖരായ വ്യക്തികൾ പലരുണ്ട്, പലർക്കും ഗവൺമെൻറ് കൊടുക്കുന്നതാണ്. അവരെ എന്താ പറയുന്നത്, ആദരപൂർവ്വം അവർക്ക് കൊടുക്കുന്ന ഒരു പദവിയാണിത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം യുവാക്കളെ ഇതിലേക്ക് ആകർഷിക്കുക, ഇതിൻ്റെ ദേശീയ ബോധം ഉയർത്തുക എന്നൊക്കെയുള്ള പല രീതിയിലാണ് ഈ പ്രമുഖ താരങ്ങളെയൊക്കെ ഇതിനകത്ത് കേണൽ പദവി കൊടുത്ത് ആദരിക്കുകയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ ഇവർക്ക് പ്രത്യേകമായിട്ട് ശമ്പളമൊക്കെ കൊടുക്കുന്നതെന്നൊന്നും നമുക്കറിയില്ല. അല്ലാതെ ഇവർ യുദ്ധത്തിൽ പങ്കെടുക്കുക, അല്ലാതെ ഒരു കേണലിൻ്റെ മൊത്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവർ ചെയ്യുന്നില്ല. ഇവരുടെ ഒരു അംഗീകാരമാണ്, ഒരു പദവിയാണ് കൊടുത്തിരിക്കുന്നത്. അത് പണ്ട് തൊട്ടേ ആവശ്യപ്പെട്ടു. ഇപ്പം മോഹൻലാലിന് എന്ത് പ്രശ്നം വന്നാലും കേണൽ പദവി പിടിക്കുക. അപ്പം മോഹൻലാൽ അങ്ങോട്ട് ആവശ്യപ്പെട്ട് മോഹൻലാൽ നേടിയെടുത്തതാണെന്നുള്ളൊരു വിചാരത്തിലായിരിക്കും ഇങ്ങനെ പറയുന്നത്. ഇത് കുറച്ച് നാളായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. അതിന് ഉള്ള തീരുമാനം ഗവൺമെൻറ് എടുക്കട്ടെ. പിന്നെ മറ്റൊന്ന്, എമ്പുരാൻ നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഹൈക്കോടതി ഹർജി കൊടുത്തിരുന്നു. അത് ഹൈക്കോടതി തള്ളിയതായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ചില ആൾക്കാർ ചില കാര്യങ്ങൾ നടക്കുമ്പോൾ ഹർജിയുമായിട്ടൊക്കെ സാധാരണ പോകുന്നുണ്ട്, ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് പോകുന്നത്. അത് കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു, ഹർജി തള്ളുകയും ചെയ്തു. അതിൽ സെൻസർ ചെയ്ത് കഴിഞ്ഞ് തിയേറ്ററിൽ ഇത്രയും നാൾ ഓടിയതിന് ശേഷമാണ് ഒരു ഹർജിയുമായിട്ട് ഒരാൾ പോകുന്നത്. അത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. നിയമ നടപടിയിലൂടെ തന്നെയാണ് ലൂസിഫർ ഈ എമ്പുരാൻ തിയേറ്ററിൽ എത്തിയിരിക്കുന്നത്. അതുവരെ ഇല്ലാത്ത കാര്യം എന്താണ് ഇപ്പോഴെന്ന് ചോദിച്ചാണ് കോടതി ഈ ഹർജിക്കാരനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു എന്നാണ് നമുക്കറിയാൻ പറ്റുന്നത്. അപ്പോൾ ആ ഹർജി തള്ളി. ഇനിയും മൂന്നാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട കളക്ഷൻ സംബന്ധമായ ചില കാര്യങ്ങൾ ഞാൻ പറയാം. കേരളത്തിലെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ട് വിവരം വന്നിട്ടുണ്ട്. നമ്മൾ 50 കോടി കടന്നു എന്നുള്ള വാർത്തകളാണ്. കൃത്യമായിട്ടുള്ള ഒരു ഫിഗർ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല. ഇപ്പം കൃത്യമായിട്ടുള്ള ഫിഗർ വരുന്നുണ്ട്. 53 കോടി 8 ലക്ഷം രൂപയാണ് കേരളത്തിൽ 5 ദിവസം കൊണ്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ശരാശരി 10 കോടിക്ക് മുകളിൽ തന്നെയാണ് കേരളത്തിലെ കളക്ഷൻ. അപ്പം ആ കളക്ഷൻ നമുക്ക് ഡേ ബൈ ഡേ ആയിട്ട് നോക്കാം. ആദ്യ ദിനം 14 കോടി 7 ലക്ഷം, രണ്ടാമത്തെ ദിവസം 8 കോടി 45 ലക്ഷം, മൂന്നാമത്തെ ദിവസം
9 കോടി 2 ലക്ഷം. 4-ാമത്തെ ദിവസം വീണ്ടും 11 കോടി 2 ലക്ഷം. 5-ാമത്തെ ദിവസം ഇന്നലെ 10 കോടി 52 ലക്ഷം രൂപയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം മലയാള സിനിമയുടെ ചരിത്രത്തിന് ആദ്യമായിട്ട് ഒരു ചിത്രം 3 പ്രാവശ്യം 10 കോടി കടന്നിരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. ഒരു 14 കോടി 7 ലക്ഷം. 2-ാമത്തെ ദിവസം ഇച്ചിരി കുറഞ്ഞു. 3-ാമത്തെ ദിവസവും 2-ാമത്തെ ദിവസത്തേക്കാളും കൂടിയെങ്കിലും 4ഉം 5ഉം വീണ്ടും ഞെട്ടിച്ചു. 11 കോടി 2, 10 കോടി 52. അങ്ങനെയാണ് കളക്ഷൻ്റെ 53 കോടി 8 ലക്ഷം രൂപയാണ് ഇതേവരെ എമ്പുരാൻ നേടിയിരിക്കുന്നത്. ഇന്നുകൊണ്ട് ഏകദേശം 60 കോടിക്ക് മുകളിൽ എമ്പുരാൻ മലയാളത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് മാത്രമായി 6 ദിവസം കൊണ്ട് നേടും എന്നുള്ളതാണ്. അപ്പോൾ ആ നോട്ടം നോക്കുവാണെങ്കിൽ ഏകദേശം ശരാശരി 10 കോടി വെച്ച് ഒരു ദിവസം മോഹൻലാലിൻ്റെ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ 10 ദിവസം മതി അല്ലേ? അതല്ല, അതിനേക്കാൾ കുറച്ച് ദിവസം കൂടെ പിടിക്കുമായിരിക്കും. ഏതായാലും 100 കോടിയിലേക്കുള്ള കേരളത്തിൽ നിന്ന് തന്നെ 100 കോടി നേടുക എന്നുള്ള സ്വപ്നതുല്യമായ നേട്ടത്തിലേക്കാണ് എമ്പുരാൻ മാറുന്നത്. ഇന്നും ഏകദേശം 8-9 കോടിക്ക് മുകളിൽ കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മൾ അഡ്വാൻസ് ബുക്കിംഗ് പോയപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഇട്ടിരുന്നു 7 കോടി 52 ലക്ഷം രൂപയോളം അഡ്വാൻസ് ബുക്കിങ്ങിൽ ഉണ്ട്. 7 കോടിയല്ല, 5 കോടി 52 ലക്ഷം രൂപ അഡ്വാൻസ് ബുക്കിംഗ്. അത് ഏകദേശം 8 ലക്ഷത്തിലേക്ക് പോകാം. ഏതായാലും ഇന്നുകൊണ്ട് 60 കോടി ടച്ച് ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പം ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നുള്ള കൃത്യമായിട്ടുള്ള വിവരം കിട്ടുന്നുണ്ട്. ഇപ്പം ഏകദേശം നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഒരു ഇന്നുകൊണ്ട് ഏകദേശം 235 കോടിക്കടുത്തെങ്കിലും നേടും. 235-240 കോടിക്കെങ്കിലും അടുത്ത് നേടും എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. അതിൻ്റെ കൃത്യമായിട്ട് വിവരം കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ വീഡിയോ ഇടാം. അതുപോലെ തന്നെ എന്താ പറയുക, ഇങ്ങനെയൊക്കെയാണ് എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത. പല റെക്കോർഡിൻ്റെ സൂചനകളും പലയിടത്തു നിന്ന് വരുന്നുണ്ട്. നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. UK-യിൽ നിന്ന് UK-യുടെ സിനിമയുടെ ചരിത്രത്തിൽ ഒരു മലയാള സിനിമ നേടിയ റെക്കോർഡ്. മലയാള സിനിമ ഈ എമ്പുരാൻ എവിടെയൊക്കെ റിലീഫ് ചെയ്തോ അവിടെ എല്ലാം തന്നെ പുതിയ പുതിയ റെക്കോർഡുകൾ തീർത്താണ്. മലയാളത്തിലെ സിനിമയെന്നല്ല, ഒരു ഇന്ത്യൻ സിനിമ ഏതിന് റിലീഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം തന്നെ എമ്പുരാൻ റെക്കോർഡ് തീർത്തിരിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എമ്പുരാൻ പല പ്രദേശങ്ങളിലും മലയാള സിനിമ ഇന്നേ വരെ കാണാത്ത പല രാജ്യങ്ങളിലും റിലീഫ് ചെയ്യുകയും അവിടുന്നെല്ലാം ഇന്ത്യൻ സിനിമകളിൽ മിക്കവാറും ഇന്ത്യൻ സിനിമകളെല്ലാം തന്നെ ഷാരൂഖ് ഖാൻ്റെ പതാൻ അങ്ങനെയൊക്കെയുള്ള ചിത്രങ്ങളെ, പുഷ്പ, അതുപോലെ വിജയുടെ ലിയോ, ഇങ്ങനെയൊക്കെയുള്ള ചിത്രങ്ങളെ പിന്നിലാക്കി ഒരു ഇന്ത്യൻ സിനിമ മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട് മുമ്പിലെത്തിയിരിക്കുന്നു. അങ്ങനെയാണ് പല കാര്യങ്ങളും, പല റെക്കോർഡുകളും തിരുത്താൻ പറ്റാത്ത വിധം ഉജ്ജ്വലമാണ്. അതുപോലെ നമുക്ക് ഗൾഫ് രാജ്യങ്ങളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ വളരെ ഭയങ്കര രീതിയിലേക്ക് മുൻപ് വരും. അതുപോലെ ഓഫീസിൽ നിന്ന് തന്നെ ഏകദേശം 122 കോടിയോളം കളക്ട് ചെയ്തു എന്നുള്ളതാണ്. ഏകദേശം 50 ഈ വിതരണക്കാർക്ക് തന്നെ 50 കോടി രൂപയുടെ ഷെയർ തന്നെ കിട്ടി എന്നുള്ളതാണ് പറയുന്നത്. എന്തുപോലും അപ്പോൾ ഓവർസീസ് അവകാശം വിട്ടുകൊടുത്ത് 30 കോടി രൂപയ്ക്കാണെന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു തുകയ്ക്കായിരുന്നു കൊടുത്തത് അല്ലേ? അന്ന് തന്നെ പലരും ചോദിച്ചു എങ്ങനെ നേടാൻ പറ്റും. പക്ഷേ 100 കോടിയും കടന്ന് 120 കോടിയും കടന്നത് മുന്നോട്ട് കയറുക എന്ന് പറയുമ്പോഴേ മലയാള സിനിമയുടെ അത്ഭുത സിനിമയായിട്ട് എമ്പുരാൻ മാറിയിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. ഒരാഴ്ച പോലും പിന്നിട്ട്, ഈ വ്യാഴാഴ്ച ആകുമ്പോഴാണ് ഒരാഴ്ച പിന്നിടുന്നത്. അതിനിടയിലാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത്. അതുപോലെ ചൊവ്വാഴ്ച ദിവസം വർക്കിംഗ് ഡേ ആണ്. പലരും വിമർശകരും സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണ്. നമ്മൾ ചോദിക്കുമ്പോഴെല്ലാം പലരും പറയും 200 കോടി 250 കോടിയിലൊക്കെ ഒതുങ്ങും. കാരണം ഈ മറ്റേതെല്ലാം അഡ്വാൻസ് ബുക്കിംഗ് എന്നൊക്കെ പറഞ്ഞ അവധി ദിവസത്തിൻ്റെയാണ്, പെരുന്നാൾ വരെയൊക്കെ കാണത്തുള്ളൂ. പിന്നെ ചൊവ്വ, ബുധൻ, വ്യാഴമൊക്കെ വളരെ ചെറിയ രീതിയിലുള്ള ബുക്കിംഗ് കാണത്തുള്ളൂ. കൂടി വന്ന 1 കോടി 1.5 കോടിയൊക്കെ കാണത്തുള്ളൂ എന്ന് പലരും പറഞ്ഞു. പക്ഷേ ഇന്നത്തെ വർക്കിംഗ് ഡേയിലെ ബുക്കിംഗ് എന്ന് പറഞ്ഞ് ഞെട്ടിപ്പിച്ച് കളഞ്ഞെന്നുള്ളതാണ്. ഇന്ന് ഏകദേശം 7 കോടിക്ക് മുകളിലുള്ള തുക തന്നെയായിരിക്കും മലയാളത്തിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ളത് ഓർക്കുമ്പോൾ ചൊവ്വാഴ്ച ദിവസമാണ്, കുറച്ച് ദിവസത്തെ അവധി കഴിഞ്ഞിട്ടുള്ള വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ വൈകുന്നേരത്തെ ഷോയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഫാസ്റ്റ് ഫില്ലിങ്ങാണ് നടക്കുന്നത്. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇതിനിടയ്ക്ക് നമ്മുടെ ലിബർട്ടി ബഷീറിനെ എല്ലാം അറിയാം. 7 തിയേറ്ററിൻ്റെ ഉടമയാണ് പുള്ളി. 40 കൊല്ലത്തെ സിനിമാ ജീവിതത്തിൽ ഞാൻ ഇങ്ങനൊരു സംഭവം കണ്ടിട്ടേ ഇല്ലെന്നാണ് പുള്ളി പറയുന്നത്.
എൻ്റെ 7 തിയേറ്ററിലും ഒരേപോലെ ഒരു പടം പല ഷോകളും സ്പെഷ്യൽ ഷോകളുമൊക്കെ പല രീതിയിൽ കളിച്ചു. കാരണം തിയേറ്ററിൽ അടയ്ക്കാതെ വെളുപ്പാങ്കാലത്തുമൊക്കെ ഷോ കളിച്ചിട്ടും എല്ലാം ഹൗസ്ഫുള്ളായി കാണുന്ന 5 ദിവസം ഹൗസ്ഫുള്ളായി കാണുന്ന ഒരു സിനിമ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് ലിബർട്ടി ബഷീർ പറയും. അതുപോലെയാണ് എല്ലാ തിയേറ്റർ ഉടമകളും പറയുന്നത്. തിയേറ്റർ ഉടമകൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രം ഇറങ്ങിക്കഴിയുമ്പോൾ ഞങ്ങളുടെ കളവെല്ലാം തീർക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ അവർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായി നടപ്പിലാക്കാൻ എമ്പുരാന് കഴിഞ്ഞു എന്നുള്ളതാണ്. ലിബർട്ടി ബഷീർ വീണ്ടും പറയുന്നു, അടുത്ത ആഴ്ചത്തേക്കും കൂടെയുള്ള ബുക്കിംഗ് തൻ്റെ തിയേറ്ററിൽ ഫുള്ളായിട്ടുണ്ട് എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പം നമ്മൾ വിചാരിച്ചിടത്തൊന്നും എമ്പുരാൻ്റെ കളക്ഷൻ നിൽക്കത്തില്ല. നമ്മൾ വിചാരിക്കുന്നിടത്തല്ല. നമ്മൾ 500 കോടിയല്ലേ പ്രതീക്ഷിക്കുന്നത്, അവിടെ തന്നെ ചെന്ന് നിൽക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. അപ്പം വിമർശകരുടെ എല്ലാം കാറ്റിപ്പടത്തിക്കൊണ്ടാണ് ഇവർ മുന്നോട്ട് നീങ്ങുന്നത്. ഇനി വേറെ ഒരു പ്രത്യേകതയുണ്ട്. തള്ളാണെന്ന് പണ്ട് സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ബുക്ക് മൈ ഷോയിലെ ചില റെക്കോർഡുകളൊക്കെ ആയിട്ട് നമ്മളെപ്പോലുള്ള യൂട്യൂബ് ചാനലുകളെല്ലാം പുറത്ത് വിട്ട് കഴിഞ്ഞപ്പം ഈ തള്ളാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം തിയേറ്ററിലെല്ലാം തന്നെ പിന്നെ അപ്പം അതിനിടയിൽ ചില വാദങ്ങൾ, വിമർശകർ ചില വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. അത് ഏത് തിയേറ്ററാണെന്നല്ലേ. ഞാനിപ്പോൾ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് പറഞ്ഞതാണ്, ബുക്ക് മൈ ഷോയിലൊക്കെ തിയേറ്ററെല്ലാം ഫുള്ളാണ്, ടിക്കറ്റൊന്നും കിട്ടാനില്ല. പക്ഷേ തിയേറ്ററിൽ ചെല്ലുമ്പം ആളില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലരും വീഡിയോ ഇടാറുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. വേറെ ഏതെങ്കിലും പടത്തിന് കയറി ആളില്ല എന്ന് പറഞ്ഞിട്ട് എമ്പുരാൻ്റെ പേരിലാക്കിയാൽ മതിയല്ലോ. എന്തൊക്കെ കാര്യങ്ങൾ കണ്ടിരിക്കുന്നു. നമ്മൾ ഈ പടം തുടങ്ങിയപ്പം കണ്ടില്ലേ, പണ്ടത്തെ ഏതോ പടത്തിൻ്റെ റിവ്യൂ എടുത്തിട്ട് അത് എമ്പുരാൻ്റെ പേരിലിട്ട കക്ഷികളാണ്. അന്നേരം ഇതിൻ്റെ അപ്പുറവും പറയും എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാം അല്ലേ. ആ അവസ്ഥയിൽ പല രീതിയിലും പൊട്ടിക്കാൻ നോക്കി, ഒന്നും നടന്നില്ല. അതിൻ്റെ ഇടയിലാണ് വിവാദം വരുന്നത്. വിവാദവും നമ്മുടെ എമ്പുരാന് അതൊരു വലിയൊരു മൈലേജ് തന്നെ മേടി കൊടുത്തു. അപ്പം വിവാദം മാത്രമല്ല, ഒരു ഇൻ്റർനാഷണൽ സാധനമല്ലേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് പലരും റിവ്യൂ ഒക്കെ കൊടുത്ത് നശിപ്പിക്കാൻ നോക്കി. അതിലൊന്നും തകരാതെ എമ്പുരാൻ പിടിച്ച് മേലോട്ട് കയറിയാണ് മലയാള സിനിമയുടെ റെക്കോർഡ് തീർക്കാൻ വേണ്ടി അല്ലേ. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും എത്താം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.